സർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം കേരളത്തിലെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെ 5 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ തൊട്ടടുത്ത ദിനങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്ന് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര കേരളത്തിൽ നടപ്പാക്കുകയായിരുന്നു KSRTC ബസ്സുകളിൽ. പ്രിയദർശിനി സൗജന്യ യാത്ര എന്നാണ് ആ യാത്രയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അത്തരം ബസ്സിൻ്റെ ചുവരുകളിൽ ഈ പ്രിയദർശിനി യാത്ര എന്നുള്ള പോസ്റ്ററുകളും പതിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ വ്യാപകമായി സ്വീകരിക്കപ്പെട്ട ഒരു പരിപാടി തന്നെയായിരുന്നു അത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾക്ക് കേരളത്തിൽ എവിടെയും സൗജന്യമായി കയ്യിൽ യാത്രാക്കൂലിയില്ല, വണ്ടിക്കൂലി ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് ആവശ്യങ്ങൾ മുടക്കേണ്ടതില്ല, എവിടെയും സഞ്ചരിക്കാം, അതിന് പ്രത്യേക സമയ പരിമിതിയൊന്നുമില്ല എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഏറ്റവും വലിയ ഗുണപരമായ നേട്ടമായി പറയുന്നത്. എന്നാൽ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഗുണോന്മുഖമായ അല്ലെങ്കിൽ പുരോഗമനോന്മുഖമായ ഈ പരിപാടിക്ക് മനഃപൂർവ്വമല്ലെങ്കിലും പാരവയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് വെട്ടുന്ന തരത്തിലുള്ള ഒരു നടപടിക്രമമാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ അവരെ കുറ്റം പറയാനും സാധിക്കില്ല. കാരണം ഇപ്പോൾ തന്നെ സ്വകാര്യ ബസ് ഉടമകൾ പല സർവീസുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് വൻപിച്ച നഷ്ടത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ശരാശരി തൊട്ടില്ല എന്ന മട്ടിലാണ് അവർ വരുമാനവും ചിലവും തമ്മിൽ ശരാശരിയിൽ നിന്നുകൊണ്ടുപോകുന്നത്. വർദ്ധിച്ച ഇന്ധനവില, അതുപോലെ നികുതി, സ്പെയർ പാർട്സിൻ്റെ വർധനവ്, ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ സർവീസ് നടത്തുന്നത് പലർക്കും ഒരു ജോലി എന്ന രീതിയിൽ കൊണ്ടു നടക്കാനേ പറ്റുള്ളൂ. സ്വകാര്യ ബസ് ഉടമകൾ പലരും ബസ് ഉടമകളല്ല, അവർ തൊഴിലാളികളായ ഉടമകളാണ്. ലോൺ എടുത്ത് ബസ് വാങ്ങിയിരിക്കുന്നു, ലോൺ തിരിച്ചടയ്ക്കണം. ഇതുപോലെ നിരവധി വൈതരണികൾ അവർ നേരിടുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീ സൗജന്യ യാത്ര കൂടി വന്നതിനാൽ ഇവരുടെ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാസർഗോഡ് ജില്ലയിൽ മാത്രം പ്രൈവറ്റ് ബസ് ഉടമകൾ ഏതാണ്ട് 25ഓളം ബസ്സുകളാണ് G-ഫോമിൽ ഇട്ടിരിക്കുന്നത്. ബസ് ഓടണ്ട, ആ സമയത്ത് അവർക്ക് ഓടിയില്ലെങ്കിലും അതിന് നികുതി കൊടുക്കേണ്ടതില്ല. G-ഫോമിൽ ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി തന്നെ ജൂലൈ 20-ാം തീയതി മുതൽ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്കാണ് എന്നൊരു പുതിയ വാർത്ത കൂടി വരുന്നു. സെക്രട്ടേറിയറ്റ് പടിയിൽ അന്ന് ജൂലൈ 20-ാം തീയതി അവർ പ്രതീകാത്മകമായ സമരം നടത്തുന്നു, ഉപവാസ സമരം നടത്തുന്നു. പിന്നീട് അക്കാര്യത്തിൽ തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്താനാണ് പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെ ഒരു തീരുമാനം, ഫെഡറേഷൻ്റെ തീരുമാനം എന്നറിയിക്കുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി സ്വകാര്യ ബസ് ഓണേഴ്സ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നികുതിയിൽ 50% ഇളവ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കൊടുത്തു. എന്നാൽ അതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. നികുതി ഇളവ് കൂട്ടിക്കൊടുക്കുന്നതിലൂടെ ഒരു ദിവസം ഏതാണ്ട് 120 രൂപ കൂടുതൽ കിട്ടും. പക്ഷേ ഒരു ദിവസം 2000-3000 രൂപ നഷ്ടത്തിൽ ഓടുമ്പോഴാണ് 120 രൂപ കിട്ടുന്നത് എന്നുള്ളത് വളരെ വൈരുദ്ധ്യം തന്നെയാണ്. ഇതിന് ശാശ്വതമായൊരു പരിഹാരം വേണം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തോളൂ, ഞങ്ങൾ അതിന് എതിരല്ല. ആ 0 ടിക്കറ്റ് KSRTCയിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ വേതനം, അതിൻ്റെ വരുമാനം എത്രയാണെന്ന് കണക്കാക്കി സർക്കാർ KSRTCക്ക് കൊടുക്കുന്നത് പോലെ കേരളത്തിലുടനീളം പ്രൈവറ്റ് ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ കൊടുക്കുന്ന 0 ടിക്കറ്റിൻ്റെ എത്രയാണ് തുക എന്ന് കണക്കാക്കി സർക്കാർ ഞങ്ങൾക്കും അത്തരം തുകകൾ തരികയാണെങ്കിൽ KSRTCയെ, സ്വകാര്യ മേഖലയെ KSRTCയുടേതുപോലെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കും എന്നാണ് പ്രൈവറ്റ് ബസ് ഉടമകളും പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്കുള്ളൊരു വെട്ട് തന്നെയാണ്. എന്നാൽ സ്വകാര്യ ബസ് ഉടമകളുടെ ഇത്തരം പ്രയത്നങ്ങളും പ്രയാസങ്ങളും കണ്ടില്ല എന്ന് നടിക്കാനും പറ്റില്ല. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എന്താണ് രാജ്മോഹൻ സാറിന് പറയാനുള്ളത്? ഈ വിഷയത്തിൽ സ്വകാര്യ ബസ് മുതലാളിമാരുടെയും ജീവനക്കാരായിരിക്കും ഈ സമരത്തെ ജയിപ്പിക്കാൻ നോക്കുന്നു കൂടുതലായിട്ടും, മുതലാളിമാരെക്കാൾ കൂടുതൽ. കാരണം CITയുമായി ബന്ധപ്പെട്ട യൂണിയനാണ് മെയിനായിട്ടുള്ളത്. ഉറപ്പായിട്ടും അവർ എങ്ങനെയെങ്കിലും ഈ സമരം നാളെ ഇത് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് ചോദിച്ചാൽ സ്ത്രീകളോട് ചാർജ് മേടിക്കാൻ തുടങ്ങിയ പ്രശ്നമെല്ലാം തീരുമോ? അതിനു മുമ്പേ അവർ പണിമുടക്ക് ആഹ്വാനം ചെയ്തവരാണ്.
അല്ല ഇവിടെ ഞാൻ ഇടപെട്ട് സംസാരിക്കണമെന്ന് കരുതരുത് സാർ. ഇപ്പോൾ നോക്കൂ, സ്ത്രീ യാത്രക്കാർക്ക് മാത്രം സൗജന്യ യാത്ര അനുവദിച്ചതോടുകൂടി അത് സ്വകാര്യ മേഖലയെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്ന് പറയുമ്പോൾ, ഈ സ്ത്രീ യാത്രക്കാരെ കൊണ്ട് മാത്രമായിരുന്നോ സ്വകാര്യ മേഖല ബസ് ഓടിച്ചിരുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. സ്വകാര്യ മേഖലയിൽ ഓടുന്ന ബസ് സർവീസ് നടത്തുന്നവർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പകൽ പോലെ വ്യക്തമാണ്. എന്നാൽ സ്ത്രീ യാത്രക്കാരെ കൊണ്ട് മാത്രമാണോ സ്വകാര്യ ബസ്സിന്റെ വരുമാനം ഉണ്ടായിരുന്നത് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അല്ല, അതിപ്പം രാഷ്ട്രീയമായ ഒരു താല്പര്യം അതിനകത്ത് ഈ സമരം ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ സ്ത്രീ യാത്രക്കാരുടെ സാധാരണഗതിയിൽ ഒരു സമരം ചെയ്യുമ്പോൾ ഇവർ ആദ്യം ആവശ്യപ്പെടുന്നത് ചാർജ് വർധനവ് ആവശ്യപ്പെടുന്നത്. ഡീസലിന് വില കൂടി, പെട്രോളിന് വില കൂടി, റോഡ് മോശമാണ്, അതുകൊണ്ട് ചാർജ് വർധന. ഇത്തവണ ചാർജ് വർധനവനല്ല, ഇവർക്ക് കുറേ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ അനുവദിക്കുക വഴി ഇവർക്ക് നഷ്ടമുണ്ടായെന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം, കുറേ യാത്രക്കാർ എന്നാണെങ്കിലും കുറയും. പക്ഷെ മറിച്ച് ഈ KSRTCയുടെ നാളെ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ്സ് എന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യത്തിൽ ഇവർ ഈ നഷ്ടം സഹിച്ച് അല്ലേ ഇത്രയും നാൾ ഓടുന്നത്, ഇനിയും ഇവർക്ക് ഓടേണ്ടി വരികയില്ലേ. ഇപ്പോൾ ഡീസലിൻ്റെ വില ഭയങ്കരമായിട്ട് ഇന്ന് സ്ത്രീ യാത്രക്കാരുടെ കാര്യത്തിൽ KSRTC മാറ്റി വയ്ക്കുക. നാളെ ഡീസലിൻ്റെ വില കൂടിയാൽ, അല്ലെ പെട്രോളിൻ്റെ വില കൂടിയാൽ, ടയർ ഉൾപ്പെടെയുള്ള സ്പെയർ പാർട്സ് സാധനങ്ങളുടെ വില കൂടിയാൽ, ശമ്പള വർധനം ആവശ്യപ്പെട്ടാൽ, അപ്പോഴല്ലേ ഇതേ പ്രശ്നം ഉണ്ടാവുക. അല്ല, അത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ പരിഹരിക്കണമെങ്കിൽ അവരുടെ ഈ 10 വർഷം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. 10 വർഷം വളരെ സോളിഡായിട്ടൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ഇത്രയും ഡീസൽ വർധനയും പെട്രോൾ വർധനയും ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് ഇത് അമിക്കബിളായിട്ട് പരിഹരിക്കാൻ എന്തെങ്കിലും ഇവർ നോക്കാത്തെ? അല്ല സാർ, ഇപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം. കാരണം ഈ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സ്വകാര്യ ബസ്സുകളാണ് കേരളത്തിലെ ഏതാണ്ട് 75% യാത്രാ ക്ലേശങ്ങളും പരിഹരിക്കപ്പെടുന്നത്. 25% റൂട്ടുകളിൽ മാത്രമാണ് KSRTCക്ക് ഇത്തരം സൗജന്യ യാത്ര ഉൾപ്പെടെ ലഭ്യമാകുന്നത് എന്നാണ് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ പറയുന്ന കണക്കുകൾ നമുക്ക് വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ 75% വരുന്ന യാത്രക്കാർ ഇപ്പോഴും പ്രൈവറ്റ് മേഖലയെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ 25% സ്ത്രീകൾ KSRTCയിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രൈവറ്റ് ബസ്സിന് നഷ്ടം വരിക എന്നുള്ളത് ചോദ്യം തന്നെയല്ലേ. അപ്പോൾ ഇവിടെ ഇവർക്കുണ്ടായിരിക്കുന്ന നഷ്ടം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഭാരിച്ച ഡീസൽ അല്ലെങ്കിൽ ഇന്ധന വില വർധനവ്, അതുപോലെ സ്പെയർ പാർട്സിൻ്റെ വില വർധനവ്, കൃത്യമായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്താത്ത റോഡുകൾ, ഇവയെല്ലാം ബസ് ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ ബസ് മേഖലയെ തകർക്കുന്ന കാര്യം തന്നെയാണ്. കൂടാതെ നേരത്തെ രാജ്മോഹൻ സാർ സൂചിപ്പിച്ചതുപോലെ ശമ്പള വർധനവ്, ഇപ്പോൾ തന്നെ ഈ സ്വകാര്യ ബസ്സുകളിൽ ശമ്പളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 1600 രൂപ 1200 രൂപയൊക്കെ കിട്ടിയിരുന്നവർക്ക് 1000 രൂപ കൂലി കൊടുക്കുന്നു. കണ്ടക്ടർക്ക് ഏതാണ്ട് 600 രൂപ മാത്രമാണ് ഉള്ളത് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതെന്ത് തന്നെയായാലും ആ മേഖലയിൽ നല്ലൊരു ശതമാനം തൊഴിലാളികൾ ജോലി എടുക്കുന്നുണ്ട്. അവർക്ക് എന്തായാലും അവരുടെ തൊഴിലിടവും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് 25% വരുന്ന KSRTCയിലെ സ്ത്രീ സൗജന്യ യാത്ര കൊണ്ടാണ് പ്രൈവറ്റ് ബസ് ഓണേഴ്സിന് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നാൽ സ്വകാര്യ മേഖലയ്ക്കുള്ള നഷ്ടം അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കാണാതെ പോകാൻ പറ്റില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ ഓഫീസിലേക്ക് ബസ് മാർഗം വരുന്ന ഒരാളാണ്. പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. 3 ബസ് മാറി കയറിയാണ് ഞാൻ ഓഫീസിലെത്തുന്നത്. അപ്പോൾ തീർച്ചയായും ബസ്സിലെ യാത്രക്കാർ അതുപോലെ തന്നെ തൊഴിലാളികൾക്കുമായി നമുക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും അതുകൂടി കണക്കിലെടുക്കണം. അതൊരു വലിയ തൊഴിൽ മേഖലയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ ജോലി എടുക്കുന്ന ഒരു മേഖലയാണ്. KSRTCയെ പോലെ തന്നെ സർക്കാർ അവരെയും ചേർത്ത് പിടിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം എന്താണെന്നുള്ളത് രാഷ്ട്രീയത്തിന് അതീതമായി പരിശോധിക്കപ്പെടണം. അല്ലാതെ ഇപ്പോൾ സൗജന്യ യാത്ര ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്ര ഇല്ലാതാക്കിക്കൊണ്ട് പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ അല്ലെങ്കിൽ ബസ് ഓണേഴ്സിൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായിരിക്കില്ല. അത് ജനത്തിനും സ്വീകാര്യമായിരിക്കില്ല. പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെയും തൊഴിലാളികളുടെയും എല്ലാം വിഷയങ്ങൾ കൃത്യമായി സർക്കാർ പഠിച്ച് അവർക്ക് കൂടി അനുഗുണമായ രീതിയിൽ ഒരു വിഷയം അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം, അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മുടെയും അഭിപ്രായം. ഇതിൽ വേറൊരു വശം കൂടെ പറയാം. വളരെ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് ബസ് സർവീസ് സെക്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ലാഭം ഉണ്ടായൊരു വശമുണ്ട്. ഒരു ബസ്സിൽ സാധാരണഗതിയിൽ 2 ക്ലീനർമാർ കാണും, ഫ്രണ്ട് ഡോറിലും ബാക്ക് ഡോറിലും. ഇപ്പോൾ പുതിയ
സ്ലൈഡിംഗ് ഡോറിൻ്റെ സംവിധാനം വന്നതോടുകൂടി ഈ കിളി എന്ന് പറയുന്ന പോസ്റ്റ്, അതായത് 600-700 മാസം ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ദിവസം ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന ഇവരുടെ ജോലി സേവനം വേണ്ടെന്ന് വെക്കാൻ ആർക്ക് സാധിച്ചു? രണ്ടുപേരുടെ വേതനം കൊടുക്കേണ്ടി വരുന്നില്ല, ഒരു ദിവസം വേതനം കൊടുക്കേണ്ടി, അല്ല കിളിയുടെ ആവശ്യം വരുന്നില്ല. സ്ലൈഡിങ് ഡ്രൈവർ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഈ ലാഭം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് മെക്കാനൈസേഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ രണ്ടാമത് ഇവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, നമ്മുടെ റോഡുകൾ കണ്ടീഷൻ ഭയങ്കര മോശമാണ്. ഒരുമാതിരി ഫുൾ ലോഡായിട്ട് ലോറിയോ കാറോ അല്ലെങ്കിൽ ഈവൻ ബസ്സോ കയറി ഇറങ്ങുമ്പോൾ. സാർ അങ്ങനെ പറയുമ്പോൾ ഞാനൊന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ. കാരണം വിദേശത്ത് നിന്ന് വന്ന ആളുകൾ, US നിന്ന് വന്ന ആളുകൾ പറഞ്ഞത് ഇത് അമേരിക്കയിലെ റോഡ് പോലെയാണല്ലോ ഇവിടെ കിടക്കുന്ന റോഡ്, തമാശ പറഞ്ഞാണോ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെയായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സാറിനത് തമാശയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അല്ലേ, ഞാനൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. അതെ ഞാൻ പറയാം. അപ്പം ഈ നഷ്ടത്തെക്കുറിച്ച് ഇവർക്ക് ബോധരക്ഷണില്ലേ ബസ് ഓണേഴ്സ് അസോസിയേഷന്? എത്ര പ്ലേറ്റ് ഒടിയുന്നു, എത്രമാത്രം ടയർ പെട്ടെന്ന് ഡാമേജ് ആകുന്നു, അങ്ങനെ പല പല തകരാറുകളുണ്ടാകുന്നു. ആക്സിഡൻറ്റ് കൂടുന്നു, ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊന്നും ഒരു ഗൗരവത്തിലെടുക്കാതെ ഏതാനും കുറേ ഇപ്പോൾ ഉടനെ സമരം ചെയ്ത് എല്ലാം നേടണം. സതീശൻ അധികാരത്തിൽ വന്നിട്ട് എത്ര നാളായി സഖാക്കളെ തന്നെ വിളിക്കാം, എത്ര നാളായി സതീശന് ഇത് എത്ര ബസ് കേരളത്തിൽ ഓടുന്നുണ്ടെന്ന് പഠിക്കാൻ തന്നെ സമയമിടിക്കുകയില്ലേ? ഇപ്പോൾ ഈ സ്ത്രീകൾ തന്നെ പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫുൾ സ്കെച്ച് പുറത്ത് വന്നിട്ടില്ല. അല്ല, അപ്പോഴും ഈ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞൊരു കാര്യം, ഈ സ്വകാര്യ മേഖലയിലുള്ള ബസ് ഉടമകൾ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, വിഷയം അവതരിപ്പിച്ചപ്പോൾ 50% നികുതി അവർക്ക് ഓൾറെഡി അപ്പോൾ തന്നെ ഗതാഗത വകുപ്പുമായി ആലോചിച്ച് അവർക്കത് നികുതി ഇളവ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി കസേരയിലൊന്ന് ഇരിക്കാനുള്ള സമയം, സാവകാശം കൂടി അദ്ദേഹത്തിനൊന്ന് കൊടുക്കണമല്ലോ. ഒരു പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ചുരുങ്ങിയത് അവരുടെ പ്രവർത്തന സമയം, അവർക്കൊന്ന് ഇരിക്കാൻ വേണ്ടി ഒരു 6 മാസമെങ്കിലും ഒന്ന് കൊടുക്കേണ്ടതായി വരുമല്ലോ. അപ്പോൾ പ്രിയദർശിനി പദ്ധതി തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചൊരു കാര്യം, സർക്കാർ അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് പ്രതിപക്ഷ സംഘടനകളൊക്കെ KSRTC ബസ്സിൽ കയറി ഒച്ചയുണ്ടാക്കിയ കാര്യം നമുക്കറിയാം. എങ്ങനെയാണ് ഞങ്ങൾക്ക് സൗജന്യ യാത്ര പോകണം, അതായത് പദ്ധതി സർക്കാർ അംഗീകരിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് സൗജന്യ യാത്ര വേണമെന്ന് പറഞ്ഞ് വനിതാ മോർച്ചക്കാരൊക്കെ ബസ്സിൽ ബഹളമുണ്ടാക്കിയ കാര്യം നമുക്കറിയാം. അപ്പോൾ തീർച്ചയായും ആ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്തു. അത് സർക്കാരിൻ്റെ വാക്ക്, ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചു എന്ന് വേണം അതിലൂടെ മനസ്സിലാക്കാൻ. അങ്ങനത്തെ പല കൺസെഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് കൺസെഷൻ കൊടുത്ത് എങ്ങനെ എസ് ടി കാർഡുണ്ട്, കൺസെഷൻ കാർഡുണ്ട്, എല്ലാം ഇല്ലേ? തീർച്ചയായും. അപ്പോൾ ഇങ്ങനത്തെ ചില കൺസെഷൻ യാത്രക്കാർക്ക് കാലാകാലങ്ങളും എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇവർ സർവീസ് നടത്തുന്നത്. തീർച്ചയായും ഇവിടെ ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. അവർ പറയുന്നതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി അവർക്ക് തീർച്ചയായും ഈ അവരുടെ വ്യവസായം മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള സഹായ സഹകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. പക്ഷേ അത് പ്രിയദർശിനി പദ്ധതി വന്നതിൻ്റെ പേരിൽ മാത്രം സ്വകാര്യ ബസ് ഉടമകളെ വയറ്റത്തടിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായി പോയി എന്ന് പറയുമ്പോൾ ഇപ്പോഴും അക്ഷരാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ സ്വകാര്യ മേഖലയിൽ ഓടുന്ന സ്വകാര്യ മേഖലയിൽ ഓടുന്ന ബസ്സുകൾക്കും ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും വിഷയങ്ങളുണ്ട് എന്നുള്ളത് യാതൊരു തരത്തിൽ നമുക്ക് തർക്കമുള്ള കാര്യമല്ല. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അത് പ്രിയദർശിനി സർവീസുമായി കൂട്ടിക്കെട്ടുമ്പോൾ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത് രാഷ്ട്രീയത്തിലുപരിയായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഗതാഗത വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഇതിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.